കൃഷ്ണമോൾ വന്ന് അലീനയുടെ ഡ്രസ്സെല്ലാം എടുത്ത് നോക്കുകയാണ്. എല്ലാ ഡ്രസ്സും കത്രിക കൊണ്ട് കീറി മുറിച്ചിരിക്കുന്നു. ഇത് ആരാണ് ചേച്ചി ഇങ്ങനെ ചെയ്തത്? ഇത്രയും ചേച്ചിയോട് വൈരാഗ്യമുള്ളത് ആർക്കാണ്? ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, അച്ഛനോട് പറയണം എന്നൊക്കെ കൃഷ്ണമോൾ പറഞ്ഞപ്പോൾ അലീന പറഞ്ഞു, വേണ്ട മോളെ, അച്ഛനെ അറിയിക്കണ്ട, അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരും, പ്രശ്നം ഗുരുതരാകും, നമുക്ക് സാവകാശം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് അലീന പുറത്തേക്ക് പോയി. അപ്പോൾ ബാലചന്ദ്രൻ മേനോൻ കയറി വരികയാണ്. 2 ദിവസം എവിടെയായിരുന്നു മോളെ, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ അലീന അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവരകത്ത് കയറിപ്പോയി. കൃഷ്ണമോൾ പോയി ഈ ബാഗ് എടുത്തുകൊണ്ട് വന്ന് ബാലചന്ദ്രൻ മേനോനെ കാണിച്ചു. ബാലചന്ദ്രൻ മേനോനെ എടുത്ത് നോക്കിയിട്ട് പറയുകയാണ്, ഇതൊക്കെ എന്താണ് എലി വെട്ടിയതാണോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, എലി വെട്ടിയത് തന്നെ, പക്ഷേ കത്രി കൊണ്ട് മുറിക്കാൻ അറിയുന്ന എലിയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് അലീന ചേച്ചിയുടെ ഡ്രസ്സാണ്, ഇത് അത്രയും കത്രി കൊണ്ട് വെട്ടി വെച്ചേക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ്, ഞാൻ ചെയ്തില്ല, അച്ഛനും ചെയ്തില്ലല്ലോ, അപ്പോൾ രോഹിയേട്ടനും ഭവിത ചേച്ചിയാണ് ഉള്ളത്, അവരിൽ ആരെങ്കിലും ആയിരിക്കും ചെയ്തതെന്ന് പറയുന്നു. അങ്ങനെ ബാലചന്ദ്രൻ മേനോൻ അലീനെ വിളിക്കാൻ പറയുകയാണ്. അലീന വന്നിട്ട് പറഞ്ഞു, അച്ഛ ഇതിനിപ്പോൾ ഇത് പ്രശ്നമാക്കണ്ട, അവർക്ക് എന്നോടുള്ള വൈരാഗ്യം കൂടുകയുള്ളൂ, എന്തായാലും ഇതങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ മേനോൻ സമ്മതിച്ചില്ല. ഭവിതയെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീന താഴെ വന്ന് ഭവിതയെ വിളിച്ചു. ഭവിത അകത്തേക്ക് ബാലചന്ദ്രൻ മേനോൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ബാലചന്ദ്രൻ മേനോൻ ചോദിച്ചപ്പോൾ ഭവിത പറഞ്ഞത്, ഞാൻ തന്നെയാണ് ചെയ്തത്, എനിക്ക് അവളോടുള്ള ദേഷ്യം കൂടിയപ്പോൾ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. ബാലചന്ദ്രൻ മേനോൻ അവളെ ശരിക്കും വഴക്ക് പറഞ്ഞു. നാളെ പോയി ടെക്സ്റ്റൈൽസിൽ നിന്ന് അവൾക്ക് 3 ചുരിദാർ എടുത്തുകൊണ്ടൊന്ന് കൊടുത്തിട്ട് നീ കോളേജിൽ പോയാൽ മതി, ഇന്ന് ആദ്യത്തെ തവണയായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്, ഇനി ഇങ്ങനെ ഒരു വാണി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മേനോൻ അവളെ പൊയ്ക്കോളം പറഞ്ഞു. ഭവിത താഴെ വന്നിട്ട് അലീനയോട് കൃഷ്ണമോളോട് ദേഷ്യപ്പെടുകയാണ്. കൃഷ്ണമോളോട് പറഞ്ഞു, നീ എൻ്റെ അനിയത്തിയല്ലേ, നീ എൻ്റെ കൂടെ നിൽക്കേണ്ടവന് പകരം അവളെ കൂടെയാണ് നിൽക്കുന്നത്, നീ എന്തിനാണ് അച്ഛൻ്റെ അടുത്ത് പോയി കൊളുത്തി കൊടുത്തത് എന്നൊക്കെ ചോദിച്ചു. കൃഷ്ണമോൾ പറഞ്ഞു, അലീന ചേച്ചി ഭവിത ചേച്ചിയെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ അലീന ചേച്ചി ഉപദ്രവിക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നു, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ പറഞ്ഞു. ഭവിത അലീനയോട് കുറേ വഴക്കുണ്ടാക്കിയിട്ട് അകത്തേറിപ്പോയി. ഇന്ന് ഉണ്ടായ സംഭവമൊക്കെ അലീന കൃഷ്ണമോളോട് പറയുകയാണ്. ഇന്ന് തേനീച്ചക്കൂട് പോലെ മുടിയുള്ള ഒരുത്ത ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വന്നപ്പോൾ അവൾ മുറിയിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു, വാതിലും പൂട്ടിയിട്ടേക്കുമായിരുന്നു, ഞാൻ വന്നപ്പോൾ എന്നോട് പരിങ്ങിയാണ് സംസാരിച്ചത്, എന്നോടത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് തോന്നി മുകളിൽ ആരോ ഉണ്ടെന്ന്. ഞാൻ മുകളിൽ കയറി നോക്കിയപ്പോൾ ഒരുത്തൻ നിൽക്കുന്നു, ഞാൻ അവനെ ഓടിച്ചു വിട്ടു, ഭവിതയും കൂടി അവൻ്റെ കൂടെ പോകാനിരുന്നതാണ്, ഞാൻ പിടിച്ചു വച്ചതുകൊണ്ടാണ് പോകാത്തത്, അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും ദേഷ്യം എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണമോൾക്ക് അത് കേട്ടപ്പോൾ വലിയ വിഷമമായി. നമ്മുടെ ഭവിത ചേച്ചി കൈവിട്ട് പോയല്ലേ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അവൾ കരഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, പോട്ടെ മോളെ, സാരമില്ല, ഞാൻ ഉണ്ടല്ലോ, നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം, അവൾ ഏതറ്റം വരെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എവിടെയായാലും നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം, നമുക്കെല്ലാം ശരിയാക്കുക എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ കാണിക്കുന്നത് ഹരിശങ്കർ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട്, ഞാനൊരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്കത് ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. ഹരിയുടെ ഒരു കൂട്ടുകാരിയുണ്ട് ശരണ്യ, അവളെ ചതിച്ച് ഉപദ്രവിക്കാനാണ് ഹരിയുടെ പ്ലാൻ. നമുക്ക് ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കാം, എന്നിട്ട് കോളയിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കാം, എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താൽ പിന്നെ അവൾ ആരോടൊന്നും പറയില്ല, നമുക്ക് രോഹിത്തിനെയും കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് ഹരി പറയുകയാണ്.